ഇപ്പോൾ ഇഡ്ഡലി തട്ട് കുക്കിംഗ് ആണല്ലോ, എൻ്റെ ഉണ്ട് പുതിയത് മേടിച്ച ഇഡ്ഡലി തട്ട. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം ഇങ്ങനെയായിട്ട്. അതിനായിരുന്നു മറന്നുപോയി, മുട്ട ഉണ്ടെന്ന് വിചാരിച്ചു. പിന്നല്ല, ഇൻസ്റ്റാമാർട്ടുള്ളപ്പോൾ ചന്തുവിനെ തോപ്പിക്കാൻ ആവില്ല മക്കളെ. എനിവേസ്, ഈ പുതിയ ഇഡ്ഡലി തട്ടിൻ്റെ തുളകൾ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനായി പോയിട്ടോ. കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതായിരുന്നു എൻ്റെ ഒരു വിചാരം. സോ ഞാൻ ബട്ടർ പേപ്പർ ആദ്യം ഇട്ടിട്ട് അതിൻ്റെ മേളിൽ മുട്ട ഒഴിച്ച്, പക്ഷേ അത് ഫ്ലോപ്പായിപ്പോയി. ഞാനിത് പൊക്കി നോക്കിയപ്പോൾ അത് പോകണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്. നേരത്തെ ഇഡ്ഡലി തട്ടിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല തുളകൾ. സോ എനിക്കറിയില്ലായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നെ ഇതൊക്കെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. പാൽ ഞാനിപ്പോൾ ഒഴിച്ചതുപോലെ 2 ടേബിൾ സ്പൂൺ അല്ല, അതിൽ കൂടുതൽ എനിക്ക് ഒഴിക്കേണ്ടി വന്നു ഈ കൺസിസ്റ്റൻസി വരാനായിട്ട്. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് വെജീസൊക്കെ എടുത്തു. പിന്നെ അവക്കാഡോയും ഉണ്ടായിരുന്നു, അതും എടുത്തു. അതിൻ്റെ അകത്തേക്ക് ഈ സോസ് ഒഴിച്ചിട്ട് എനിക്ക് സാൻഡ്വിച്ച് ആക്കാനുള്ള മൂഡ് ഉണ്ടായിരുന്നില്ല. സോ ഈ ടോട്ടിയ റാപ്സ് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായെന്നൊക്കെ ചോദിച്ചാൽ അത്രയ്ക്കൊന്നുമില്ല, എന്നാലും ഓക്കെ ആയിരുന്നു. ഇച്ചിരി എഗ് ടേസ്റ്റ് മുന്നിലുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി, പക്ഷെ എന്നാലും എനിക്ക് ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ അതിങ്ങനെ കഴിച്ച് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം രാവിലെ ഉണ്ടാക്കി തുടങ്ങിയത് കാപ്പിയിൽ മാത്രം പിടിച്ചു നിന്നതാണ്. രാവിലെ തൊട്ട് ഉണ്ടാക്കി തുടങ്ങിയിട്ട് ഒരുമാതിരി 11 മണി 11:30 ആയി ഇത് ഉണ്ടാക്കി തീർത്തപ്പോൾ.